ഒരു കാലത്ത് ഇൻസ്റ്റാഗ്രാം റീലൊക്കെ ട്രെൻഡിങ് ആയ ഈ എഫക്റ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇനി മുതൽ നമുക്കിത് ക്യാമറയിലൂടെയും ചെയ്യാൻ സാധിക്കും. അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. ഈ ക്യാമറ കൊണ്ടുള്ള സാധ്യതകൾ വളരെ വലുതാണ്. നമുക്ക് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ഈ ക്യാമറ ചലിക്കുന്നതിൻ്റെ ടൈമിങ് മനസ്സിലാക്കിയിട്ട് നമ്മളും കുട്ടികളൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് നല്ലൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫോളോവേഴ്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂട്ടുവാൻ പറ്റുന്ന ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണിത്. ഈ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നതിനും ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻസ് കാണിച്ചു തരുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ വീഡിയോ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അറിയുന്നത് ഇത്തരം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ വരുന്ന പരസ്യങ്ങൾ പോലും എക്സിറ്റ് ചെയ്യാൻ അറിയാത്തവരുണ്ട്. പലരും അത് കണ്ടിട്ട് പറയും ഇത് പർച്ചേസ് ചെയ്യേണ്ടതാണ്, ഫ്രീ അല്ല എന്ന്. അപ്പോൾ അത്തരക്കാർ ദയവ് ചെയ്തിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ഇത്തരം പരസ്യങ്ങൾ, അതായത് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതൊക്കെ ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇത്തരം പരസ്യങ്ങൾ എങ്ങനെയാണ് എക്സിറ്റ് പോകേണ്ടത് എന്ന് പോലും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക, ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഫേസ്ബുക്ക് ആണെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലാണ് ലിങ്ക് ഉണ്ടാവുക. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് കിട്ടും. ഇത് സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോയി കഴിഞ്ഞാൽ ക്ലിക്ക് ഹെയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻസ് താഴത്തുണ്ട്. അത് ശ്രദ്ധിക്കുക, എനിക്ക് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നൊന്നും വീഡിയോയിൽ കാണിച്ചു തരാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ആ ക്ലിക്ക് ഹെയർ ടു ഡൗൺലോഡ് ആപ്പ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ഓപ്ഷൻസ് കിട്ടും. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഏറ്റവും താഴത്ത് സ്കിപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻസ് കാണാം, അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആപ്പ് ഓണായി കിട്ടുന്നതാണ്. ഈ ആപ്ലിക്കേഷനിൽ ഇടയ്ക്കിടെ പ്രീമിയം പർച്ചേസ് ചെയ്യാനെന്ന് പറഞ്ഞിട്ടൊരു പരസ്യം വരും. ഇതുപോലെയുള്ള പല പരസ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് പ്രീമിയം പർച്ചേസ് ചെയ്യാൻ വരുന്നത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എക്സിറ്റ് പോകേണ്ട ബട്ടൺ വരും. ഫസ്റ്റ് പരസ്യം വന്ന പാടെ എക്സിറ്റ് പോകേണ്ട ഓപ്ഷൻസ് വരില്ല. അതുപോലെ പലതരത്തിലാണ്, ഇങ്ങനെ ആയിരിക്കില്ല, അടുത്ത പ്രാവശ്യം ഈ കണ്ടിന്യൂ ആയിരിക്കില്ല, പർച്ചേസ് ചെയ്യുന്നുള്ളതായിരിക്കും വരുന്നത്. അങ്ങനെ എങ്ങനെ വന്നാലും ഈ എക്സിറ്റ് വട്ടം വരാൻ കാത്തിരിക്കുക, ശേഷം എക്സിറ്റ് പോകാം. ഇനി ജസ്റ്റ് ഈ ക്യാമറയുടെ ഓപ്ഷൻസ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്യാമറ ആക്സസ് ചോദിക്കും, ആക്സസ് കൊടുക്കുക. ക്യാമറ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോട്ടോ ഓപ്ഷൻസ്, അതായത് ഫോട്ടോ ആയിട്ടും ഇത് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇതാ വീഡിയോ ആയിട്ടും ചെയ്യാം. എന്താണ്, നമുക്കിപ്പോൾ യൂട്യൂബിലൊക്കെ ഇടണമെങ്കിൽ വീഡിയോ ആയിട്ടാണ് നല്ലത്. ഇത് രണ്ട് ആംഗിളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ആംഗിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് വലങ്ങനെയും, ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇതുപോലെ വലങ്ങനെയും തലങ്ങനെയും എങ്ങനെയാണ് വേണ്ടത് ആ ഓപ്ഷൻസിൽ നമുക്കിത് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്രയും ഇതിനകത്ത് പറയാനുള്ളൂ. ഇനി ഞാൻ ഇതിൽ ചെയ്ത 2 വീഡിയോകൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് ഈ ക്യാമറ ഉപയോഗിച്ച് നിരവധി കണ്ടൻറ്റുകൾ നിർമ്മിക്കാവുന്നതാണ്. ഇപ്പം ഞാൻ അധികം മെനക്കെട്ടിട്ടില്ല, കാരണം ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കാനല്ലേ. എൻ്റെ മോൻ അനങ്ങി പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് കലങ്ങിപ്പോയത് കുറച്ച്. ഇതിപ്പോൾ രണ്ടാമത്തത് വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ലൈറ്റും ഒബ്ജക്റ്റും സാധനങ്ങളും ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് അടിപൊളി കണ്ടൻറ്റുകൾ ഇതിൽ നിർമ്മിക്കാവുന്നതാണ്. വീഡിയോ ചെയ്യുമ്പോൾ പരമാവധി സ്റ്റാൻഡിൽ വെച്ച് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ കയ്യിൽ പിടിച്ച് കഴിഞ്ഞാൽ കൈ ചെറുക്കാവുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വൃത്തികേടാവും. നമുക്ക് വീഡിയോ ആയിട്ടും ഫോട്ടോ ആയിട്ടും സേവ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. ഇനി ഇതിങ്ങനെ വീഡിയോ പൂർത്തിയായി കഴിഞ്ഞാൽ ഇതുപോലെ താഴത്ത് ഗ്രീൻ ടിക്ക് മാർക്ക് വരും. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഗാലറിയിൽ സേവ് ആവുന്നതാണ്. പിന്നെ വരുന്ന ഓപ്ഷൻസ് ഷെയർ ചെയ്യേണ്ട ഓപ്ഷനാണ്. നമുക്ക് ഏതിൽ വേണമെങ്കിലും ഇതുപോലെ ഷെയർ ചെയ്യാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും. അതുവരേക്കും ഗുഡ് ബൈ.